Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. എടാ മുന്നൊന്ന് മാറി നിൽക്ക്, എടാ മുന്നൊന്ന് മാറി നിൽക്ക്. ടെൻഷൻ അടിക്കണ്ട മാഡം, ഞാൻ നിങ്ങളെ അവിടെ പറപ്പിച്ചെത്തിച്ച് തരാം. നിങ്ങൾ പോകുന്നത് കൊള്ളാം, പക്ഷേ വളരെ സൂക്ഷിച്ചു പോകണം. വെറുതെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല മാഡം. കൃത്യസമയത്ത് ഞാൻ നിങ്ങളെ എയർപോർട്ടിൽ എത്തിച്ചു തരാം. ചേട്ടാ, ഞങ്ങൾക്ക് പോണ്ടത് എയർപോർട്ടിലേക്കാ, മോളിലേക്കല്ല. നിങ്ങൾ പേടിക്കുന്നത് കൊണ്ടാണ് ഞാൻ വളരെ പതുക്കെ പോകുന്നത്. അതാ മുന്നോട്ട് നോക്ക്. ഏയ്, റോഡിലാണ് നിൽക്കുന്നത്, മാറി നിൽക്ക്. ഞാൻ കുഞ്ഞുനാൾ മുതൽക്കേ നോക്കി തന്നെയാണ് ഓടിക്കുന്നത്. എന്നാൽ ഒരു വർഷമായിട്ട് ഇപ്പോൾ കാഴ്ച ശക്തിയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എടാ നോക്കി ഓടിക്കടാ, എന്റെ കുടകളൊക്കെ പോയി. ഇത് കണ്ടോ മാഡം, ഒരു ആട്ടിൻകൂട്ടം ഫാമിലി ആയിട്ട് റോഡിൽ വന്ന് നിൽക്കുകയാണ്. വേഗം മാറിക്കോ, അതാ നല്ലത്. രക്ഷപ്പെട്ടു. എടാ അവറ്റകള് രക്ഷപ്പെട്ടു. നമ്മളെ കുറിച്ച് ആലോചിക്ക്, സംശയമുണ്ടോ? ശരീരത്തിലെ മുഴുവൻ ഭാഗങ്ങളും പഞ്ചറായെന്നാ തോന്നുന്നത്. ഇങ്ങോട്ട് വന്ന് ഡോർ തുറക്കൂ. താങ്ക് യു മാഡം. മാഡം, നിങ്ങൾ എനിക്ക് റേറ്റിംഗ് ഇടാൻ മറക്കരുത്. എനിക്ക് എത്ര സ്റ്റാർ തരും? നിങ്ങൾ എനിക്ക് 5 സ്റ്റാർ തരണമെന്നുള്ള അത്യാഗ്രഹമൊന്നും എനിക്കില്ല. എനിക്ക് വെറും ഒരു 4 സ്റ്റാർ തന്നാൽ മാത്രം മതി. ഞാൻ തീർച്ചയായും കംപ്ലൈന്റ് ചെയ്യും. നിന്റെ ലൈസൻസ് ഞാൻ തെറിപ്പിക്കും. അയ്യോ മാഡം, അങ്ങനെ ഒന്നും ചെയ്തു കളയരുത്. എന്നോട് ക്ഷമിക്കൂ മാഡം. എന്താണിത്? എത്ര വലിയ ക്യൂ ആണ്. നമ്മൾ ഇപ്പോൾ തന്നെ ലേറ്റ് ആണ്. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആണെങ്കിൽ ഞാൻ എപ്പോഴും ലേറ്റ് ആണ്. ഓഹോ ബണി, എന്റെ പേഴ്സ് ഒന്ന് പിടിക്കൂ പ്ലീസ്. സാധനങ്ങൾ ഞാൻ എടുക്കാം. മാഡം വേഗമാകട്ടെ, നിങ്ങൾ ലേറ്റ് ആണ്. മാഡം ധൃതി വെച്ച് അങ്ങ് മുന്നിലോട്ട് പോയി. മാഡത്തിന്റെ പേഴ്സ് ബാഗിൽ വെച്ചിട്ട് പോയിരിക്കുക. ഇതിലാണ് മാഡത്തിന്റെ മൊബൈലും കാർഡ്സും എല്ലാം ഉള്ളത്. വേഗം വാ, മാഡത്തിന്റെ അടുത്തേക്ക് പോവാ. മാഡം മാഡം ഒന്ന് നിൽക്കൂ, ഞങ്ങൾ വന്നിട്ടില്ല, ഒന്ന് നിൽക്കൂ. എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലല്ലോ. ബണ്ണി, മേഡം അതാ പോകുന്നു, വേഗം വാ. മാഡം നിൽക്കൂ. മാഡം ഒന്ന് നിൽക്കൂ. അതാ പോകുന്നു മാഡം. മാഡം നിൽക്കൂ. വേഗം വരൂ. മാഡം 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 നിൽക്കൂ, ഞങ്ങൾ എത്തിപ്പോയി. മേഡം നിൽക്കൂ. റോഡ് നിൽക്കൂ മേഡം. ആരാ? അക്ബർ, ടേക്ക് ഓഫിനുള്ള സമയമായി.
വരൂ. ഇങ്ങനെയാണോടാ ഓടി വരുന്നത്? എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ലേ? സോറി ഞങ്ങൾ ലേറ്റ് ആയി പോയി. ഞങ്ങൾക്ക് അകത്തേക്ക് പോണം. അങ്ങനെ അകത്തേക്കൊന്നും പോകാൻ കഴിയില്ല. ബോർഡിംഗ് പാസ് എവിടെ? അത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തെറിച്ച് വീണ് അങ്ങയുടെ കയ്യിലുണ്ടായിരുന്ന പാസിനോടൊപ്പം മിക്സ് ആയി. എന്താ പ്രശ്നം? ഇവർക്ക് പ്ലെയിനിൽ പോകണമെന്നാ പറയുന്നത്, പക്ഷെ പാസും കാണിക്കുന്നില്ല. സാർ, ഞങ്ങളുടെ പാസ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. സംശയമുണ്ടോ? ഓക്കെ, ടേക്ക് ഓഫിനുള്ള സമയമായി. ഇവരെ അകത്തേക്ക് വിട്. ഇവരുടെ ബോർഡിംഗ് പാസ് അകത്ത് പോയി ചെക്ക് ചെയ്യാം. അങ്ങ് പറഞ്ഞാ പിന്നെ എനിക്കൊരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ എന്റെ പണി തീർച്ചയായും പോകും. എയർപോർട്ടിൽ തന്നെ ചെക്ക് ചെയ്താൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ജോലിയുടെ കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. Game on. Now game on with Kiko. And get your power mode on. If you have not experienced the same, download the game. Available on Google Play. അതാ പോകുന്നു മാഡം. അവിടെ അല്ല, ഇവിടെ വരൂ. അല്ല, 4 സീറ്റ് എവിടെയും ഒഴിഞ്ഞു കിടപ്പില്ലല്ലോ. എന്തായാലും നിങ്ങൾ ഇപ്പൊ ഇവിടെ ഇരിക്കെ. ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് അവരവരുടെ സീറ്റിൽ ഇരുത്താം. ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിൽ മാത്രമേ ഇരിക്കൂ. ഇങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഒരുപാട് കളിച്ചാൽ പിന്നെ ഇതിനകത്തൊന്ന് പുറത്തേക്ക് ഞാൻ വലിച്ചെറിയും. കാരണം ജോലിക്കാര്യത്തിൽ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. എടാ, നമ്മുടെ മാഡം അതാ അവിടെ ഇരിക്കുന്നു. അതായിരിക്കുന്നു. പ്ലെയിനിൽ ആദ്യമായി സഞ്ചരിക്കുന്നവരാരായാലും കൈ മുകളിലോട്ട് ഉയർത്തു. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്നതിനെ കുറിച്ച് പേടിയാവുന്നുണ്ടല്ലേ? എനിക്ക് ആ പ്രശ്നമൊന്നുമില്ല. എനിക്ക് പ്ലെയിൻ ഇല്ലെങ്കിലും പറക്കാൻ കഴിയും. എന്തായാലും കൊള്ളാം. എല്ലാവരും ഫ്ലൈറ്റിൽ കയറിയവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രക്ഷപ്പെടേണ്ട വഴി ഏതാണ്, ഓക്സിജൻ മാസ്ക് എവിടെയാണ്, സേഫ്റ്റി ബെഡ് എവിടുന്ന് കിട്ടും എന്നല്ല. അല്ല, ഇതെന്താ? ഇതിനകത്തുള്ള ഓക്സിജൻ മുഴുവനും യവന്മാര് തന്നെ തീർക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ പറക്കാൻ പോവുകയാണ്. സേഫ്റ്റി ബെൽറ്റ് എല്ലാരും ഇട്ടോളൂ. ഞങ്ങൾക്ക് എപ്പോഴാ ഞങ്ങളുടെ സീറ്റ് കിട്ടുക? ഇതെന്താടോ സീറ്റല്ലേ? താനെന്താ മതിലിന്റെ പുറത്താണോ ഇരിക്കുന്നത്? മിണ്ടാതെ ഒരിടത്ത് ഇരുന്നോണം. സാർ, ഞങ്ങൾ എപ്പോഴെത്തും? കന്യാകുമാരി. കുമാരി മല്ലി, അവൾ എത്തുമ്പോൾ എത്തിക്കോട്ടെ. അതെ, ഞങ്ങൾ ചോദിച്ചത് കന്യാകുമാരി എപ്പോഴെത്തുമെന്നാണ്. എടോ, കന്യാകുമാരിയിലേക്ക് പോകാൻ ഇതെന്താ തന്റെ മുത്തശ്ശിയുടെ ഫ്ലൈറ്റാ? ഇത് നേരെ പോകുന്നത് ഗോവയിലേക്കാണ്. പണി കിട്ടി. നമ്മൾ പ്ലെയിൻ മാറിക്കയറിയിരിക്കാണ്. മാഡം, മാഡം. എന്നെയാണോ? അല്ല, അവർ. മാഡം, അവർ നിങ്ങളെ വിളിക്കുന്നു. അവർ നമ്മുടെ മാഡം അല്ല. ഇത് നിങ്ങളുടെ ഫ്ലൈറ്റ് അല്ല, അത് നിങ്ങളുടെ മാഡം അല്ല. നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞങ്ങൾക്ക് പോവേണ്ടത് കന്യാകുമാരിക്കാണ്. ഞങ്ങളെ വേഗം ഇറക്കി വിട്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞു. എന്നാലത് വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മര്യാദയ്ക്ക് അവിടെ ഇരിക്കെ. നിങ്ങളുടെ മാഡത്തിനോട് നിങ്ങൾ ഗോവയിലാണെന്ന് പറഞ്ഞേക്ക്. എങ്ങനെ പറയാൻ കഴിയാ? അവരുടെ മൊബൈൽ ഞങ്ങളുടെ പക്കലാണ്. ശരി, എന്നാലും സാരമില്ല. കന്യാകുമാരിയിലെ ഗ്രൗണ്ട് സ്റ്റാഫിനോട് ഞങ്ങൾ പറഞ്ഞോളാം. നിങ്ങൾ ഇവിടെയുള്ള പരമ്പര ഹോട്ടലിൽ താമസിക്കൂ. നിങ്ങളുടെ മാഡം ഇങ്ങോട്ടെത്തും. പരമ്പര ഹോട്ടലോ? ഞങ്ങൾക്ക് ഹോട്ടൽ പരമ്പരയിലേക്ക് പോണം സാർ. ആ, കയറിയിരിക്കെ.
ഹലോ, വെൽക്കം സർ. നിങ്ങൾ ഈ വെൽക്കം ഡ്രിങ്ക് ഉടൻ തന്നെ കുടിക്കൂ. ഇത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. എന്നാൽ എനിക്കിത് വേണ്ട. കഴിച്ചേ മതിയാകൂ. പാരമ്പര്യം മാറ്റാൻ കഴിയില്ല. ആ, ആ. വെൽക്കം സർ. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യെസ് സർ. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അത് ഒരു റൂം വേണം. എന്ത് ഹോട്ടലാ ഇത്? ഇത് വളരെ നല്ല ഹോട്ടലാണ്, വളരെ വലിയ ഹോട്ടലുമാണ്. എന്നാൽ നിങ്ങൾക്ക് റൂം കിട്ടുകയില്ല. തീർച്ചയായും കിട്ടും. ഞങ്ങൾ റൂം അന്വേഷിക്കാം. നിങ്ങൾ താക്കോലിതാ. ഞങ്ങൾക്കിവിടെ ചില എത്തിക്സുകളുണ്ട്, നിയമങ്ങളുണ്ട്, പാരമ്പര്യമുണ്ട്. ഞങ്ങൾ കുട്ടികൾക്ക് റൂം കൊടുക്കുകയില്ല. അല്ലല്ല, റൂം ഞങ്ങൾക്കല്ല വേണ്ടത്, ഞങ്ങളുടെ മാഡത്തിനാണ്. അവര് മീറ്റിംഗിന് പോയിരിക്കുക, വൈകിട്ടെത്തും. സംശയമുണ്ടോ? അതെ, അവർ ക്രെഡിറ്റ് കാർഡ് തന്ന് റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എങ്കിൽ നിങ്ങളുടെ മാഡത്തിനോട് പറയൂ, റിസപ്ഷനിലേക്ക് വന്ന് പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്യണം. ഞങ്ങൾക്ക് ചില എത്തിക്സ് ഉണ്ട്, നിയമമുണ്ട്, പാരമ്പര്യമുണ്ട്. നിങ്ങൾ എന്താ ഇങ്ങനെ പാടിക്കൊണ്ട് സംസാരിക്കുന്നത്? ഇതെന്റെ സ്റ്റൈലാണ്. ഇന്നെ പിടിച്ചോ. Your key, റൂം നമ്പർ 2262. സർ, ചാവി ഞങ്ങൾ ഇടത്തെ കയ്യിലല്ല വലത്തെ കയ്യിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ. അതെന്താ? ഞങ്ങൾക്ക് ചില എത്തിക്സ് ഉണ്ട്, നിയമങ്ങളുണ്ട്, പാരമ്പര്യമുണ്ട്. ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ഇവിടെ വോട്ടോ കിട്ടുമോ സാർ? ഞങ്ങൾക്ക് അതിന് ചില എത്തിക്സ് ഉണ്ട്, നിയമമുണ്ട്, പാരമ്പര്യമുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും ഒരു ഓട്ടോ ഇല്ലല്ലോ. ഞങ്ങൾക്ക് വലിയ വലിയ കാറാണുള്ളത്. ഇത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. വലിയ കാർ ഞങ്ങൾക്ക് വേണ്ട. അതിലേ നിങ്ങൾ പോകാവൂ. ഞങ്ങളുടെ ഗസ്റ്റ് വേറെ കാറിൽ പോകാൻ പാടില്ല. ഇത് ഞങ്ങളുടെ പാരമ്പര്യമാണ്. ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോകുന്നില്ല, റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് 4 ലൈം ജ്യൂസ് അയക്കൂ. ലൈം ജ്യൂസോ? എന്താ അതും ഇല്ല ഇവിടെ? വേഗം അയക്കേ, വല്ലാതെ ദാഹിക്കുന്നു. വാവ്, അടിപൊളി റൂം. സംശയമുണ്ടോ? അടിപൊളി, എന്ത് നല്ല കാഴ്ചയാണ്. നല്ല രസമുണ്ടല്ലേ? ഇവിടെ ഒരു പൂളുമുണ്ട്. ബലബേഷ്, നല്ല രസമായിരിക്കും. ഇവിടുന്ന് എവിടെയും പോവേണ്ട ആവശ്യമേ ഇല്ല. ഈ റൂമിൽ നിന്ന് നോക്കാൻ തന്നെ നല്ല വ്യൂസ് ഉണ്ട്. ഞാൻ എന്റെ ഫേവറേറ്റ് മൂവി കാണാൻ പോവാണ്. ഇതൊരു അടിപൊളി മൂവിയാ. നീ ഇവിടെ വന്നിരുന്ന് സിനിമ കാണാൻ പോവാണോ? അതെ, ഇതെന്റെ ഫേവറേറ്റ് മൂവിയാണ്. അതിലെ പെണ്ണിന്റെ ശബ്ദം മാഡത്തിന്റെ ശബ്ദം പോലെ ഉണ്ടാവും. ഇപ്പോൾ മാഡത്തിന്റെ ഓർമ്മ എന്നെ വല്ലാതെ അലട്ടുകയാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവനെ സമ്മതിക്കുകയില്ല. ഞങ്ങൾ പറയുന്ന കേക്ക്, അതാണ് നിനക്ക് നല്ലത്. എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഞാൻ വെറുതെ വിടുകയില്ല. നീ ഞങ്ങളെ എന്ത് ചെയ്യും? എന്റെ യഥാർത്ഥ രൂപം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. നീ എന്താ എന്നെ വിരട്ടുകയാണോ? മര്യാദക്ക് അവരെ വെറുതെ വിട്ടേക്ക്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അടങ്ങിയിരിക്കില്ല. എന്നാ നിന്റെ കുട്ടികളെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. മമ്മി, മമ്മി രക്ഷിക്കേ. എന്റെ കുട്ടികളെ നീ അറ്റാക്ക് ചെയ്തു അല്ലേ? നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യും. ഹണി, ഈ സിനിമ നമുക്ക് രാത്രി കാണാം. വേഗം വാ, നമുക്ക് പുറത്തു പോകാം. എടാ, എങ്ങനെയാ പോവുക? ആ മാനേജർ അടുത്തൊന്ന് കാറ് വാടകയ്ക്ക് എടുക്കേണ്ടി വരും. ഇത് അയാളുടെ പരമ്പര, നിയമം, എത്തിക്സാ. ഇനി എന്തൊക്കെയുണ്ടെന്ന് അറിയില്ല. നമുക്ക് ജനൽ വഴി പുറത്തേക്ക് പോകാം. വരൂ.
വാട്ടർ സ്പോർട്സ്. ഞാൻ ജെറ്റ് ബോട്ടിൽ പോകും. ഞാനും വരാം, സംശയമുണ്ടോ? വേണ്ട പോപ്പട്ട്, നമുക്ക് പാരഷൂട്ടിൽ പറക്കാം. എടാ എന്നാ ഞാൻ എന്നാ വേഗം വാ. ഏയ്, ആ. നല്ല രസമുണ്ടല്ലേ? എടാ കഴുതേ, ഞാൻ എന്നും പറക്കുന്നവനാ. എനിക്ക് വലിയ രസമൊന്നും തോന്നുന്നില്ല. എനിക്ക് ജെറ്റിൽ പോകുന്നതാ കൂടുതൽ ഇഷ്ടം. സംശയമുണ്ടോ? മനോഹരമായിരിക്കുന്നു. വൗ, മനോഹരമായ കാറ്. ഐ ലവ് ഇറ്റ്. ഇതിന്റെ ഒപ്പം നിന്ന് ഒരു സെൽഫി എടുക്കാം. എന്റെ പൊന്നെ, ഇത് വെച്ചോന്നേ. നോട്ട് നിരോധിച്ചതിന് ശേഷം ആരും തന്നെ വലിയ കാറിൽ വരുന്നില്ലെന്നേ. കൊള്ളാലോടാ, നിന്നെ പോലെ നീ മറ്റുള്ളവരെയും കരുതിയോ? എടാ, എന്നെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല. ഞാൻ ബുദ്ധിമാനാ. കൺട്രോൾ ലാല, കൺട്രോൾ. ആ വണ്ടി നോക്ക്, അടിപൊളിയായിട്ടുണ്ട്. നിന്റെ തലക്കകത്ത് ആൾ താമസമില്ലെന്നാ ഞാൻ ആദ്യമൊക്കെ കരുതി. എന്നാ ഇപ്പൊ മനസ്സിലായി നിന്റെ തലക്കകത്ത് മരുഭൂമിയാണെന്ന്. കൺട്രോൾ ലാല, കൺട്രോൾ. ഈ പഴഞ്ചൻ അംബാസിഡർ കാർ ആർക്കും ഇപ്പൊ ആവശ്യമില്ല. ഇത് എടുത്തോണ്ട് പോയിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇതിന്റെ ടയർ ഒന്ന് നോക്ക്, ഇപ്പൊ മാറിയതേ ഉള്ളെന്ന് തോന്നുന്നു. അത് വിറ്റ ഒരു 10,000 കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്തു പറയുന്നു, നമുക്കത് അടിച്ചു മാറ്റിയാലോ? ആട്രോ ഗാങ്ങുകാരൻ ബഹുമാനിക്കാത്തതിന്റെ കാരണം ഇപ്പഴാ മനസ്സിലായേ. നിന്നെ പോലെ ഒരു കഴുത കൂടെ ഉണ്ടെങ്കിൽ ഒരുത്തനും എന്നെ ബഹുമാനിക്കില്ല. എടാ, ഞാൻ സാധാരണ കള്ളനല്ല. ആട്രോ ഗാങ്ങിന്റെ ഡോണാ ഡോൺ. അറിയോ? ഏതെങ്കിലും വലിയ വണ്ടി ഉണ്ടോ? ഓക്കെ ബൈ. കൊള്ളാം, അടിപൊളി കാറൊന്ന് ദേ നിൽക്കുന്നു. കൊള്ളാലോ, അടിപൊളി. അകത്ത് നോക്ക്, ഒരു ബ്രീഫ് കേസും ഉണ്ട്. അതിനകത്ത് നിറയെ കാശ് കാണുമായിരിക്കും. വേഗം ഇത് അടിച്ചു മാറ്റണം. ഇതാ നോക്കൂ, ഒരു സൂട്ട് കേസ് കൂടി. അല്ല, ഇതെന്താ? ആ പൂച്ച നമ്മൾ മോഷ്ടിക്കുന്നതിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണല്ലോ. ലൈലാബായി, എന്റെ ഒരു കാര്യം, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ, എന്റെ പേര് ലൈലയല്ല, ലാല. ലാല ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഇനിയെങ്കിലും അങ്ങനെ വിളിക്കാൻ. ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്റെ ബായി? ആദ്യം അവനെ പിടിക്കാൻ ബായി. എടാ പൂച്ചേ, ആ ഫോട്ടോ കാണിക്കാ. ഇതിനകത്ത് തന്നെ കാണാൻ കൊള്ളാം. ഇത്രയും വില പിടിച്ചതാന്ന് തോന്നുന്നില്ല. കൊള്ളാം. എത്ര രൂപയ്ക്ക് വാങ്ങിയതാ? നമ്മളെന്താ ഷോപ്പിങ്ങിന് വന്നാണോ ഇങ്ങനെ വിലയൊക്കെ ചോദിക്കാൻ? ഫോട്ടോ ഡിലീറ്റ് ചെയ്യ ലൈലാബായ്. ലൈലയല്ല, ലാലാബോയ്. എടാ പൂച്ചേ, ഞങ്ങളുടെ അനുമതിയില്ലാതെ നീ എന്തിനാ ഞങ്ങളുടെ ഫോട്ടോ എടുത്തത്? അനുമതിയില്ലാതെ ഫോട്ടോ എടുത്താൽ ക്യാമറ ഞാൻ അടിച്ച് തകർക്കും. ഇതുവരെ എടുത്ത എല്ലാ ഫോട്ടോസും ഇപ്പൊ തന്നെ നീ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യേ. ഓ, കൺട്രോൾ, കൺട്രോൾ ലാല, കൺട്രോൾ. നിങ്ങൾ എന്തിനാ സംസാരിക്കുമ്പോ ഇത്രമാത്രം ടെൻഷൻ ആവുന്നത്? ഓ, ഞാൻ ടെൻഷൻ ആയതല്ലടാ കഴുത, സെന്റിമെന്റൽ ആയതാ. സെന്റിമെന്റൽ. ഇപ്പൊ മനസ്സിലായി. ഭംഗിയുള്ള ഫോട്ടോസ് എന്തിനാ ഡിലീറ്റ് ചെയ്യുന്നേ? ഞാൻ ഡിലീറ്റ് ചെയ്യില്ല. എടാ, വെറുതെ വാശി പിടിക്കരുത്. മര്യാദക്ക് ക്യാമറ എടുത്തേക്കതാ. ഞാൻ തരില്ല. എടാ, എന്റെ തല പോയി. അവൻ രക്ഷം. ബണ്ണി, അവന്റെ ക്യാമറ മോഷ്ടിക്കാൻ നോക്കുകയാണ്. എങ്കിൽ അവരുടെ കഥ ഞാൻ തീർക്കും. സംശയമുണ്ടോ? നമ്മൾ ഇപ്പോൾ തന്നെ പ്രോബ്ലംസിലാ. പുതിയ പ്രശ്നങ്ങൾ വേണ്ട, നമുക്ക് ഇവിടുന്ന് പോകാം. പിടിക്കവനെ. കണ്ടോ ബായ്, ഞാനിവരെ പിടിച്ചു കഴിഞ്ഞു. അടിപൊളി. എന്റെ കുട്ടിയെ പിടിക്കാൻ മാത്രം വളർന്നോന്നെയാ. ഞങ്ങൾ അവനോട് ഐസ്ക്രീം എത്ര രൂപയായെന്ന് ചോദിച്ചതാ.
എങ്ങോട്ടാണ് പോയത്? എന്റെ കുട്ടികൾ എവിടെ? എവിടെ കുട്ടികൾ? അല്ല മാഡം, നിങ്ങളുടെ കുട്ടികൾ എവിടെയാന്ന് നിങ്ങൾക്കല്ലേ അറിയാവൂ? അല്ല, കാണാൻ എങ്ങനെയിരിക്കും? രണ്ടുപേർ പൂച്ചകളെ പോലെ, ഒരാൾ ഡോഗിനെ പോലെ, ഒരാൾ തത്തമ്മയെ പോലെ. മാഡം, അപ്പൊ നിങ്ങളുടെ കുട്ടികൾ കാണാൻ മനുഷ്യക്കുട്ടികളെ പോലെ അല്ലേ? ഓ, stupid! അവർ എന്റെ പെറ്റ്സ് ആണ്. മാഡം, മാഡം, നിങ്ങളുടെ കുട്ടികളെ കിട്ടി. അവർ എവിടെ? ഗോവയിൽ. എന്ത്? അവർ ഹോട്ടൽ പരമ്പരയിലുണ്ടെന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ഇൻഫോം ചെയ്തത്. കന്യാകുമാരിയിൽ വന്നതിന് ശേഷമാണ് എന്നോട് ഇത് ഇൻഫോം ചെയ്യുന്നത്. അവരിപ്പോൾ ഗോവയിലാണ്, സുരക്ഷിതരാണ് എന്നൊക്കെ. അതെ മാഡം. എനിക്കുടൻ തന്നെ ഗോവയിലേക്ക് പോകണം. ഓക്കെ മാഡം, നാളെ രാവിലെ ഫ്ലൈറ്റ് ഉണ്ട്. വരൂ, ഞാൻ നിങ്ങളെ ടിക്കറ്റ് കൺഫേം ചെയ്യാം. സാർ, മാഡം എവിടെ? അല്ല, എത്തിയില്ലേ? എത്തിയില്ല. നിങ്ങളല്ലേ പറഞ്ഞത് വൈകുന്നേരം എത്തുമെന്ന്. ഇപ്പോൾ സമയം രാത്രിയായി. കടികാരത്തിൽ മണി 8 ഞങ്ങള് വൈകിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? പക്ഷേ ഇന്ന് വൈകിട്ട് വരുമെന്ന് പറഞ്ഞില്ലല്ലോ. സംശയമുണ്ടോ? അതെ, എനിക്ക് നിങ്ങളെ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. സോർദാരെ, എന്തായാലും നിനക്ക് ഇവിടെ ഒരു ജോലി ഉറപ്പാ. കാരണം നീയല്ലേ എപ്പോഴും സാർ സാർ എന്ന് പറയുന്നത്. നിങ്ങളുടെ തമാശ എന്തായാലും കൊള്ളാം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നിങ്ങൾക്ക് ഇനി ഹോട്ടലിൽ താമസിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഒരുപാട് എത്തിക്സ് ഉണ്ട്, നിയമങ്ങളുണ്ട്, പാരമ്പര്യമുണ്ട് സാർ. അതെങ്ങനെ താമസിക്കാൻ കഴിയാതിരിക്ക? ഞങ്ങള് കാശ് തരുന്നുണ്ടല്ലോ. നിങ്ങളായിട്ട് പുറത്തു പോയില്ലെങ്കിൽ ഞാൻ എടുത്ത് പുറത്തറിയും സാർ. ഗാഡ്സ്. അടിച്ചു പൊളിച്ചു തിമിർത്തു. അപമാനിക്കൽ പോലും പാരമ്പര്യമായിട്ടാണ് ചെയ്യുന്നത്. താങ്ക് യു സാർ. ഞങ്ങൾക്ക് ചില എത്തിക്സ് ഉണ്ട്, നിയമങ്ങളുണ്ട്, പാരമ്പര്യമുണ്ട് സാർ. സ്ഥലം കാലിയാക്കൂ സാർ. ഞങ്ങള് പോവില്ല. ഓടിക്കോ. ഓടിക്കവരെ. എവിടെ പോയി? എവിടെയാ? തന്റെ പൂച്ചയുടെ മേക്കപ്പ് ഒക്കെ നശിപ്പിച്ചു. തന്നെ ഞാൻ വെറുതെ വിടില്ല. വേണ്ട വേണ്ട, നിൽക്ക. പൂച്ചകൾ ചാടി നടക്കുക. എന്ത് ഹോട്ടലാ ഇത്? നല്ല ഹോട്ടലാണ്. ഡോണ്ട് വറി മാഡം. ഞങ്ങൾക്ക് ചില എത്തിക്സ് ഉണ്ട്, നിയമങ്ങളുണ്ട്, പാരമ്പര്യമുണ്ട്. ഞങ്ങൾ ഇപ്പോൾ തന്നെ അതിനെ പിടിച്ച് പുറത്താക്കാം. ഞങ്ങൾ അത്ര പെട്ടെന്ന് പറ്റിക്കാൻ പറ്റില്ല പൂച്ചേ. ഹണി, ഹണി, ഓടിക്കോ. ഹെൽപ്പ്, ഹെൽപ്പ്. എന്റെ ചക്ര ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുന്നു. ഹെൽപ്പ്. പെട്ടെന്നകത്തോട്ട് പോ. കഥകൾ പൂട്ടിയിട്ട് പ്രയോജനമില്ല. ഹോട്ടൽ സ്റ്റാഫുകളുടെ അടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് കീസ് ഉണ്ടാകും. ഇനി എന്താണ് ചെയ്യുക? എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. വാ എന്റെ കൂടെ.
അണി നിന്റെ DVD കൊണ്ടുവാ. മേഡം, ഇവർ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ നോക്ക. മാഡം, നിങ്ങൾ എത്തിയോ? ഇവരോട് ഇങ്ങനെ കാണിച്ചാൽ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല. സോറി മാഡം, ഞാൻ അങ്ങനെ ഒന്നും തന്നെ ചെയ്തില്ല. എന്റെ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടുകയില്ല. സോറി, പക്ഷെ ഞങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇവർ ഹോട്ടലിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. എന്റെ യഥാർത്ഥ രൂപം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇത് നല്ലതല്ല. ഇത് ഭീഷണിയായിട്ട് തന്നെ കരുതിക്കോ. നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടുകയില്ല. പ്ലീസ്, നിങ്ങൾ ദേഷ്യപ്പെടരുത്. നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആണ്. ഗസ്റ്റുകളെ സന്തോഷിപ്പിക്കൽ ഞങ്ങളുടെ പാരമ്പര്യമാണ്. എന്റെ കുട്ടികളെ നിങ്ങൾ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ ഷൂട്ട് ചെയ്യും. ബുള്ളറ്റ്, അത്രയ്ക്ക് വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. സുഖമായിട്ട് ഉറങ്ങാം. ഇനി ഇവരുടെ പൊടി പോലും ഇങ്ങോട്ട് വരില്ല. സംശയമുണ്ടോ? അതെ, നേരം വെളുക്കുമ്പോൾ മാഡം തിരിച്ചെത്തുകയും ചെയ്യും. രാവിലെ എന്നിട്ട് മാഡം വന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹോട്ടൽ വിടേണ്ടി വന്നു. നമ്മള് കുടുങ്ങിയടാ. മാഡത്തിന്റെ മൊബൈലും പേഴ്സിലാണ്. അവർക്ക് കോണ്ടാക്ട് ചെയ്യാനും കഴിയില്ല. മാഡത്തിന് ഇതുവരെ കാണുന്നുമില്ല. മാഡം വന്നു കഴിഞ്ഞാൽ ആ മാനേജർ തീർച്ചയായിട്ടും കാര്യങ്ങൾ പറയും. സംശയമുണ്ടോ? അതെ, മാഡം വരുന്നതിന് മുമ്പ് നമുക്ക് ബീച്ചിൽ പോയി അടിച്ചു പൊളിക്കാം. വേഗം വാ, അതാ പോകുന്നു ടാക്സി. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാം. അത് അവിടെ ടാക്സി നിൽക്കുന്നു. നമുക്ക് അവരോട് പറയാം വേറെ ഏതെങ്കിലും ഹോട്ടലിലേക്ക് കൊണ്ടുപോകാം. ചേട്ടാ, ഞങ്ങൾ ഏതെങ്കിലും ഒരു ബീച്ചിലേക്ക് കൊണ്ടുപോവോ? അവസാനം നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് തന്നെ വന്ന് കുടുങ്ങി. നിങ്ങളോ? കൊച്ചളിയ, ഇവര് പറയാണ് നമ്മൾ ഇവരുടെ അടുത്ത് കുടുങ്ങിയെന്ന്. നമ്മൾ നേരത്തെ കുടുങ്ങിയതല്ലേ? മിണ്ടാതിരിടാ. എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ക്യാമറയ്ക്ക് തന്നേക്കെ. പിടിച്ചാൽ പിടിച്ചോ, ഞാൻ നിന്നെ സഹായിക്കാം. വിടരുത്, വിടരുത്. ഞാൻ വിടുകയില്ല. സ്റ്റിയറിംഗ് വിടരുതെന്നാ പറഞ്ഞ്. വണ്ടിയുടെ പണി തീർന്നു. എന്റെ പണിയും തീർന്നു. കഴുതേ, നിന്റെ പണി തീർന്നതുകൊണ്ടല്ലേ നീ ഇങ്ങനെ മോഷ്ടാവായത്? അങ്ങോട്ട് നോക്ക്. അവര് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ
എന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എടാ മജ്നു, എഴുന്നേൽക്ക്, വേഗം എഴുന്നേൽക്ക്. അവരതാ രക്ഷപ്പെട്ട് ഓടുന്നു, അവരെ വിടരുത്. പിന്തുടരൂ ലൈലാബായ്. ഓ എടാ ലൈലയല്ലടാ, ലാലാബോയ്, ലാലാബോയ്. ഇതിനൊക്കെ ദേഷ്യം പിടിച്ച എങ്ങനെയാ ബായ്? എല്ലാം ഒന്നല്ലേ? അതെങ്ങനെയാടാ രണ്ടും ഒന്നാകുന്നത്? പുലിയും പൂച്ചയും ഒന്നാകൂ? ഒന്നാവില്ല ബായ്, ഒരിക്കലും ഒന്നാവില്ല. എടാ ഇങ്ങനെ തർക്കിച്ച് സംസാരിക്കാതെ സീറ്റ് ബെൽറ്റ് ഊരി മാറ്റും. എന്റെ ലൈലാബായ്, ടെൻഷൻ കാരണം എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കാണ്. ലൈലയല്ലടാ, ലാലാബോയ്, ലാലാബോയ്. അതിലേ പോവാം. ഇല്ല ഇതിലേ. ഇല്ല, ഇത് വഴി പോവാം. അല്ലല്ല, ഇതിലേ പോകാം, ഇതിലേ. നിർത്ത, നേരെ പോകാം. ഗോവയിൽ ഇത്രയും ടൂറിസ്റ്റ് ഉള്ളപ്പോ ഇവരെന്തിനാ നമ്മളുടെ ക്യാമറ പിടിച്ചു മേടിക്കാൻ വരുന്നത്? കുട്ടികളാണെന്ന് വിചാരിച്ച് ഭയപ്പെടുത്താൻ നോക്കുകയാണ്. ഇങ്ങോട്ട് നോക്കടാ, അടിപൊളി ടീഷർട്സ്. എത്ര നല്ല ടോയ്സ് ആണുള്ളത്. കൊച്ചളിയാ, അവരിതാ തിരിച്ചെത്തി. എന്നെ നീ മണ്ടൻ കാളയാണെന്ന് വിചാരിച്ചോ? വിടില്ല ഞാൻ. നിങ്ങൾ മണ്ടൻ കാളെന്ന് പറഞ്ഞ കാര്യം അത് കേട്ടു എന്നാ തോന്നുന്നേ. അല്ലെങ്കിൽ ഇവൻ വലിയ പ്രശ്നക്കാരനാണല്ലോടാ. ഇന്ന് നമ്മുടെ കഥ കഴിക്കും. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ, നിങ്ങൾക്കുള്ള ഗിഫ്റ്റാ. എന്റെ ബർത്ത്ഡേ കഴിഞ്ഞ മാസമായിരുന്നല്ലോ. സൈക്കിളിൽ കയറി ഇരിക്കുക. എവിടെ പോകുന്നു? കിട്ടിപ്പോയി. ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അറ്റാക്ക്. തേങ്ങ തലക്കെറിഞ്ഞ് വീഴ്ത്തുക, ഇതൊട്ടും ശരിയല്ല, തീരെ ശരിയല്ല. എടാ മജ്നു, അവരതാ രക്ഷപ്പെട്ടു ഓടുന്നു. നീ ഒന്ന് എഴുന്നേക്ക്. അവിടെ വിവാഹം നടക്കുന്നു, അങ്ങോട്ട് പോകാം. ഡാൻസ് ഉണ്ട് അവിടെ. നമ്മളെ ഗുണ്ടകൾ ആക്രമിക്കാൻ വരുമ്പോ നിനക്ക് ഡാൻസ് കളിക്കണല്ലേ? ഇട കഴുതേ, ആ തിരക്കിൽ ഒളിച്ച് അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. ഇങ്ങോട്ട് വാ. എന്തിനാ വേഷം മാറ്റിയത്? നമ്മളെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടിട്ടാ. നോ താങ്ക്സ്, ആയ. കിട്ടിപ്പോയി, എല്ലാം കഴിഞ്ഞു. എന്റെ അടുത്തേക്ക് പാടാ. മാഡം, എന്റെ കൂടെ ഡാൻസ് കളിക്കാമോ? ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല.
സോറി, തെറ്റ് കാരണം ഒരു മിസ്റ്റേക്ക് പറ്റി മാഡം. ഇവരെ വയറ് നിറച്ച് കിട്ടും. നിർത്തൂ. സോറി 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 സോറി. ഇത്രയും സോറിയോ? അത് കൊള്ളാം. എന്തിനാ ഇത്രയും സോറി? അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് സോറി പറഞ്ഞതാണ്. കാരണം ഞാൻ നിന്നെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പോവുകയാണ്. സോറി. ഐ ആം സോ ഇന്റലിജന്റ്. ഞാൻ പറഞ്ഞതല്ലേ ഇവനെ നന്നായിട്ട് കിട്ടുമെന്ന്. അവന്റെ കൂട്ടുകാരൻ ഇത് അറിഞ്ഞാ നിങ്ങളെ വെറുതെ വിടില്ല. അതെയോ, നീയാണോ അത്? ഞാനിവന്റെ കൂട്ടുകാരനൊന്നുമല്ല. ഞാൻ ഇവിടുന്ന് പാഴ്സൽ വാങ്ങിച്ചോണ്ട് പോകാമെന്ന പാഴ്സൽ ബോയിയാ. പാർസലോ? നീ ഒന്ന് വന്നേ. ഓടിക്കോ. പെട്ടെന്ന് ഓടിക്കൂ. ഇവിടെ ചാടിക്കൂ. ഈ ബംഗ്ലാവിൽ കയറി നമുക്ക് ഓടിക്കാം. ഈ ബംഗ്ലാവ് കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടിയാകുന്നു. ഇത് കൊള്ളാം. ഇവിടെ പേടിക്കണ്ട, ആ ഗുണ്ടകൾ ഇങ്ങോട്ട് വരില്ല. അകത്ത് വല്ല ഭൂതം ഉണ്ടെങ്കിലോ? പേടിത്തൊണ്ടോ? ഭൂതവും പ്രേതവും ഒന്നുമില്ല. സംശയമുണ്ടോ? ഓ, ആരാ നീ? കാശ് തന്നാൽ അത് ഞാൻ പറയാം. പേര് പറയാനായിട്ട് കാശ് ചോദിക്കുന്നോ? ഞാൻ എന്ത് പറയണമെങ്കിലും എനിക്ക് കാശ് വേണം. അടിച്ചു പൊളിച്ചു തിമിർത്തോ. ഇയാൾ എന്തായാലും ആള് കൊള്ളാം. യജമാനൻ അറിയാതെ നമ്മളെടുത്തുനിന്ന് കാശ് വാങ്ങി ഇയാൾ അടിച്ചു മാറ്റാൻ നോക്കുകയാണ്. അല്ല സാറേ, ഇതിന്റെ യജമാനൻ ഞാൻ തന്നെയായിരുന്നു. അടിച്ച് പൊളിച്ച് ജീവിച്ചു കഴിഞ്ഞപ്പോ അവസാനം ഒന്നുമില്ലാതായി. പിന്നെ ജീവിക്കാൻ വഴിയില്ലാതായപ്പോ ഞാൻ എന്റെ ഈ ബംഗ്ലാവിൽ തന്നെ വാച്ച്മാനായി. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയോ? കാശ് തന്നാൽ ആർക്കും താമസിക്കാം. എടാ, പേഴ്സ് എവിടെ പോയ? പോക്കറ്റിലുണ്ടായിരുന്നതാണല്ലോ. ആരുടെ പേഴ്സ് ഇവിടെ വീണ് കിടക്കുകയാണ്. നോക്ക്. എടാ കഴുതേ, അത് എന്റെ പേഴ്സാ. ഓക്കെ, നിങ്ങൾ ഇവിടെ നിൽക്ക. ഇവിടെ എന്തിനാ നിൽക്കണ്ടേ? പൈസ തന്നാൽ ഞാൻ പറയാം. എടോ, ഞങ്ങള് പൈസ തന്നല്ലേ? ഇത് വെറും 100 ഉള്ളൂ. ഈ കാശിന് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോ. അകത്ത് താമസിക്കണമെങ്കിൽ 2000 വേണം. ഇപ്പോൾ ഓക്കെ സാർ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. പേടിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഞാനുണ്ടല്ലോ. സംശയമുണ്ടോ? പ്രേതം! മാറി നിൽക്കടാ കഴുതേ. വലിയ ആളാൻ വേണ്ടി നോക്കിയതാ. അവസാനം നിഴല് കണ്ട് പേടിച്ചു.
പേടിക്കണ്ടാ, ഈ അലമാര ഒരു പക്ഷേ കാറ്റുകൊണ്ട് തുറന്നായിരിക്കും. അപ്പാ ബോളോ? പേടിക്കണ്ട, ഒന്നും തന്നെ ഉണ്ടാവില്ല. ഇവിടെ താമസിച്ചാൽ ആ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാം. അവരെങ്ങാനും അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നാലോ? അല്ല, അവർ എന്തിനാ നമ്മുടെ പുറകെ വരുന്നേ? അതും ഈ ക്യാമറയ്ക്ക് വേണ്ടി. ക്യാമറയ്ക്ക് വേണ്ടിയല്ല, ഫോട്ടോയ്ക്ക് വേണ്ടിയാ. ഞാൻ അവരോടൊപ്പം സെൽഫി എടുത്തു, അതാണ് അവർക്ക് വേണ്ടത്. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി അവരെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ. ഓക്കേ, അപ്പൊ ഇതാണല്ലേ പ്രശ്നം. ഹണി രണ്ടുപേരും മോഷ്ടിക്കുന്നത് ഫോട്ടോ എടുത്തിരിക്കുകയാണ്. അവർ രണ്ടുപേരും ഇത് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മളെയും ക്യാമറയും പിന്തുടരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മെ അന്വേഷിച്ചെത്തും. എങ്കിൽ വാ, അവരെ സ്വാഗതം ചെയ്യാൻ നമുക്ക് തയ്യാറാകാം. പാരമ്പര്യം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു മാഡം? എന്റെ കുട്ടികൾ എവിടെയാണെന്ന് പറയൂ. നിങ്ങളുടെ കുട്ടികളോ? അതെ അതെ, എന്റെ കുട്ടികൾ. 2 പൂച്ച, 1 ഡോഗ്, പിന്നെ ഒരു തത്തമ്മ. എക്സ്ക്യൂസ് മീ, ക്യാറ്റും ഡോഗും പാരറ്റും എങ്ങനെയാണ് നിങ്ങളുടെ കുട്ടികളാവുന്നത്? അല്ലാതെ നോക്ക്, അതെന്റെ പെറ്റ്സ് ആണ്. അവർ ഈ ഹോട്ടലിലാണ് താമസിക്കുന്നു എന്ന് പറഞ്ഞത്. അത് ശരി, നിങ്ങളാണല്ലേ ആ മാഡം. ഞങ്ങൾക്കൊരു എത്തിക്സ് ഉണ്ട്, നിയമമുണ്ട്, പാരമ്പര്യമുണ്ട്. ഇന്നലെ രാത്രി നിങ്ങൾ എന്തിനാണ് ഷൂട്ട് ചെയ്തത്? ഷൂട്ട് ചെയ്തെന്നോ? ഇന്നലെ രാത്രി നിങ്ങളുടെ റൂമിൽ നിന്നും നിങ്ങൾ ഷൂട്ട് ചെയ്തിരുന്നില്ലേ? ഞാൻ ഇപ്പോഴാ കന്യാകുമാരിന്ന് വരുന്നത്. എന്റെ കുട്ടികൾ എവിടെയാണെന്ന് പറയൂ. ഹൗസ് കീപ്പിംഗ് ആ റൂം ക്ലീൻ ചെയ്തു, പക്ഷെ അവരവിടെ ഇല്ല. റൂമിൽ ഇല്ലെന്നോ? കൂടാതെ രാത്രി ഷൂട്ടും നടന്നിരിക്കുന്നു. ഇല്ല, എന്റെ കുട്ടികൾ എന്ത് അപകടത്തിൽ പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല. ലൈലബായ്, ചെണ്ട അടിക്കുന്ന പോലെ അവന്മാര് നമ്മളെ അടിച്ചു പരത്തി. നിന്നോട് എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിട്ടേ? ഇടികൊണ്ട് ഇപ്പൊ ഞാൻ എന്റെ പേര് തന്നെ പറഞ്ഞിരിക്കുക. പിന്നെ എങ്ങനെ നിങ്ങളുടെ പേര് ഓർമ്മയുണ്ടാവുക? ആ ദുഷ്ടന്മാര് ശരിക്കും തല്ലി. നല്ല ക്ഷീണം. അവന്മാരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ കൈ കിട്ടി ഞാൻ തവിട് പൊടിയാക്കും. വെറുതെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അവന്മാർ എവിടെ ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കെന്റെ ബായി. അല്ല, നീ ആരാ? എന്താ നിന്റെ പേര്? ഞാൻ റാവു ആണ്. നീ ഏത് റാവു ആയിരുന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങളുടെ ലൈലബായെ കുറിച്ച് നിനക്ക് അറിയില്ല. ഇയാളുടെ പേര് ലൈല എന്നാ? എടാ, ലൈല എന്നല്ല, ലാല. ലാല. മനസ്സിലായോ നിനക്ക്? എന്റെ ബായി ഒന്ന് അടങ്ങ. അവന് മനസ്സിലായി. ഇങ്ങനെ വരട്ടെ അവൻ പേടിച്ചു പോകുന്നേ. എടോ റാവു, ഇങ്ങോട്ട് ആരെങ്കിലും വരുന്നത് കണ്ടോ? കാശ് തന്നാൽ ഞാൻ പറയാം. ആരെയും കണ്ടില്ല. നിങ്ങൾക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ കാശ് തന്നാൽ താമസിപ്പിക്കാം. ഞങ്ങൾക്ക് ഇവിടെ താമസിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അടിപൊളി സ്ഥലമാ. ഇപ്പൊ തന്നെ 2 പൂച്ച, 1 തത്ത, 1 ഡോഗ് ഇവിടെ ഉണ്ട്. അവരെവിടെയാണുള്ളത്? കാലക്കേ. അതെ. അടിപൊളി, ഞങ്ങൾ ഇവിടെ താമസിക്കാം. വെറുതെ ഒന്നും കഴിയില്ല. നിങ്ങൾ എനിക്ക് കാശ് തന്നാൽ മാത്രമേ താമസിക്കുവാൻ കഴിയൂ. പിടിച്ചോ.
വേഗം പോയി ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചോട്ട് വാ. നല്ല ആഹാരമായിരിക്കണം, ടേസ്റ്റ് ഉള്ളതായിരിക്കണം. നിങ്ങൾ അകത്തോട്ട് പൊക്കോ, ഞാനിപ്പോ തന്നെ കൊണ്ടുവരാം. എടാ മജ്നു, 4 പേരും അകത്തുണ്ട്. വാ നമുക്ക് അകത്തേക്ക് പോകാം. എന്തായാലും കൊള്ളാം. ഇപ്പൊ തന്നെ അവനെ പിടിച്ച് ഇടിച്ച് ശരിപ്പെടുത്തണം. പൊയ്ക്കാ അവിടുന്ന്, അല്ലെങ്കിൽ ഇതുകൊണ്ട് തലക്കറിയും. എടാ എന്നെ നീ എറിയുമല്ലേ? എറിയടാ, എറിയ എറിയ. ധൈര്യം ഉണ്ടെങ്കിൽ നീ എറിയ നോക്കട്ടെ. കൺട്രോൾ ബൈ കൺട്രോൾ. ദേഷ്യപ്പെടണ്ട. എങ്ങനെയാടാ ഞാൻ ദേഷ്യപ്പെടാതിരിക്കുക? ഇവന്മാരെ ഞാൻ വിടില്ല. കൊച്ചുനാള് തൊട്ട് കോട്ടി കളിച്ച് വളർന്നവനാ ഞാൻ. നിനക്കൊന്നും ഉന്നം പോരാ. ഞാൻ പുലിയാ, നിനക്ക് അറിയാഞ്ഞിട്ടാ. ഇനി എങ്ങോട്ട് പോയി നീ രക്ഷപ്പെടും? എടാ മജ്നു, പിടിക്കവരെ, പിടിക്ക്. എടാ നിനക്ക് എന്ത് പറ്റി? നീ എവിടെ? നീ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണോ? കൊള്ള. ഇതുവരെ പെമ്പിള്ളേരുടെ ചെരുപ്പേറെ കിട്ടിയിട്ടുള്ളൂ. പൂച്ചട്ടി കൊണ്ടുള്ള ഏറെ ആദ്യമായിട്ടാ. ഇവനെ ഞാൻ വെറുതെ വിടില്ല. പപ്പട വാക്കും ഞാൻ. മജ്നു, എടാ മജ്നു, നീ വാതിലൂടെ അകത്തേക്ക് പോ. ഞാൻ ജനാല വഴി അകത്തേക്ക് വരാം. ഇവന്മാരെന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കഥവ് തുറക്കുമ്പോൾ മുകളിൽ നിന്ന് പഞ്ച് ബാഗ് വരും. ഇതൊക്കെ എത്ര സിനിമയെ ഞാൻ കണ്ടിരിക്കുന്നു. ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. എന്റെ അമ്മോ, ഇങ്ങനത്തെ ഒരു മഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരുപാട് ബുദ്ധി ഉപയോഗിക്കുന്നതും വലിയ ആപത്തായി തീരും. സംശയമുണ്ടോ? അത്രയ്ക്കായോ? തനിക്കിട്ടുള്ള പണിതാ വരുന്നുണ്ട്. പിന്നെയും ട്രൈ ചെയ്ത് നോക്കാം. എത്തിപ്പോയി, അകത്തെത്തിപ്പോയി. ഇനി എവിടെ പോയി രക്ഷപ്പെടും? ഈ മരത്തിൽ കൂടെ കയറി അകത്തേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയൊരു വ്യായാമം നടത്തിയേക്കാം. ലെഫ്റ്റ് കൺട്രോൾ, റൈറ്റ് കൺട്രോൾ, ലെഫ്റ്റ് കൺട്രോൾ, റൈറ്റ് കൺട്രോൾ. കൊള്ളാം, എത്തിപ്പോയി. എന്തായാലും ചെറുപ്പത്തിൽ മരം കയറാൻ പഠിച്ചത് നന്നായി. വല്ലാത്ത തണുപ്പ്. കുറച്ച് തീമൂട്ടാം, കുളിർ മാറട്ടെ. എടാ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്? തീ കൊണ്ടാണോ കളിക്കുന്നത്? അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ. അയ്യോ ഞാനൊരു പാവാണ്. തീ എത്തിപ്പോയി.
നീ എന്തായി കാണിച്ചേ? ഇത് ശരിയല്ല, ഒട്ടും ശരിയല്ല. എന്നെ പറ്റിച്ചതാ. ഇത് തീർച്ചയായും വെള്ളം തന്നെ ആയിരിക്കും. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. എന്റെ ബായ്, എന്തൊരു ഹെയർ സ്റ്റൈലായത്. അടിപൊളി. ഞാൻ ചുട്ടെടുത്ത കോഴി പോലെയായി. അല്ല, ഇപ്പൊ എന്തിനാ തല്ലിയത്? ഞാനങ്ങനെ ലൈലാന്ന് വിളിച്ചില്ലല്ലോ. നമുക്ക് ഈ മുറിയിൽ ഒളിച്ചിരിക്കാം. നമ്മളെ അവർ കണ്ടുപിടിക്കില്ല. സംശയമുണ്ടോ? ഓ, ഒന്നും സംസാരിക്കരുത്. നമ്മൾ ഒന്നും മിണ്ടാതെ പോയി പതുക്കെ അവരെ പോക്കാം. എന്നോട് ക്ഷമിക്കണം, പ്ലീസ്. സോറി. ഇനിയാണ് പൂരത്തിന്റെ തുടക്കം. മോളിൽ നിന്നും താഴേക്ക് വീഴുന്നത് കാണാൻ നല്ല രസമാണ്. സംശയമുണ്ടോ? എടാ, നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ. ആദ്യം ഇതിനെ പിടിക്കാൻ നോക്ക. എന്തായാലും നിങ്ങൾ കൊള്ളാം. എന്റെ കഴിവ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ. കണ്ടോ? എടാ മജുനു, കോർണറിൽ കൂടെ പോയാ മതി, നടുവിലൂടെ പോകരുത്. അതാ നിൽക്കുന്നു, പിടിക്കാവുമാരെ. കാലൊട്ടിപ്പോയല്ലോ. എന്റെ ബായ്, ഒട്ടിപ്പിടിച്ചു, ഒട്ടിപ്പിടിച്ചു. പിടിക്ക് പിടിക്ക്. ഞങ്ങളോടാ കളി. കള്ളന്മാർ എവിടെ ഉണ്ടെങ്കിലും അവിടെ ഉണ്ടാകും പോലെ ഞാനാണ് പാണ്ഡ. ഗോവ പാണ്ഡ എന്നാണ് എന്റെ പേര്. എന്റെ കുട്ടികളെ, അല്ല പിന്നെ ഇവർ രണ്ടുപേരും ആരാണ്? കാശ് തന്നാൽ ഞാൻ പറയാം. ഇൻസ്പെക്ടർ പാണ്ഡ. പാണ്ഡ, അതാണ് എന്റെ പേര്. ജി പാണ്ഡ എന്നല്ല, പാണ്ഡാജി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഇത് മര്യാദ കൊടുക്കുന്ന ജി അല്ല. അതാ ജി എന്ന് വെച്ചാൽ ഗോവൻ പാണ്ഡ. അതാണ് എന്റെ പേര്. ഇത് ഇൻസ്പെക്ടർ എ പാണ്ഡയുടെ ചേട്ടനാണ്, ജി പാണ്ഡ. അല്ല, എത്ര സഹോദരന്മാരാ ഉള്ളത്? ഒരുപാടുണ്ട്. പാണ്ഡ, പിന്നെ അങ്ങനെ ഉണ്ട് കുറെ പേർ. നിനക്ക് എന്താ പ്രശ്നം? പറയാ. പ്രോബ്ലം ഞങ്ങൾക്കാണ്. ഈ പിള്ളേര് ഞങ്ങളെ വെറുതെ തല്ലിച്ചതച്ചു. അവരെ എല്ലാം അറസ്റ്റ് ചെയ്യൂ. എന്റെ അടുത്താണോ കളി? നിങ്ങൾ രണ്ടുപേരും കള്ളന്മാരാണെന്ന് എനിക്കറിയാം. അല്ല, ഈ ഗുണ്ടകൾ നിങ്ങളെ എന്തിനാണ് പിന്തുടർന്ന് വന്നത്? സത്യം മറയ്ക്കാനായി നമ്മുടെ ഹണി ഇവർ മോഷ്ടിക്കുന്നത് ഫോട്ടോ എടുത്തായിരുന്നു. എനിക്ക് വലിയ സന്തോഷമായി. നല്ല കാര്യം. ആര് ചെയ്താലും അവരെ ഞാൻ പ്രശംസിക്കാം. ഞങ്ങളെ പിടിച്ചോട്ട് വയ്ക്കോ. എവിടെ വേണമെങ്കിലും അടച്ചോ. ചപ്പാത്തി മാത്രം നേരത്തിന് തന്നാ മതി. പക്ഷെ ഇവരുടെ അടുത്ത് ഞങ്ങളെ ഇരുത്തരുത്. വേഗം വരൂ. എന്താ ബായ്, ലൈലയും മജ്നുവിനെയും കൊച്ചുകുട്ടികൾ തോൽപ്പിച്ച നിന്നെ ലോകം പറയില്ലേ? നിന്റെ ചെവിക്കകത്ത് എന്താണ്, ഹർത്താലാണോ? എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ലൈലയല്ല ലാലയാന്ന്. ലാല. കുട്ടികളെ, ഞാൻ എത്രമാത്രം പേടിച്ചു എന്നറിയാവോ? നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല മാഡം. ഓ, എന്നോട് ക്ഷമിക്കൂ കുട്ടികളെ. നമുക്ക് എന്തായാലും കന്യാകുമാരിയിൽ അടിച്ചു പൊളിക്കാൻ കഴിഞ്ഞില്ല. ഒരു പ്രശ്നമില്ല മാഡം. ഇപ്രാവശ്യം ഗോവയിൽ അടിച്ചു പൊളിക്കാം. അടുത്ത പ്രാവശ്യം ഗോവയിലേക്ക് ടിക്കറ്റ് എടുത്ത് കന്യാകുമാരിയിൽ അടിച്ചു പൊളിക്കാം.